നമസ്കാരം പ്രിയമുള്ളവരെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് CPM നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ അവകാശപ്പെട്ടിരുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവസാന വിശകലനങ്ങളിൽ, സംസ്ഥാന കമ്മിറ്റിയുടെ വിശകലനങ്ങളിലൊക്കെ കാണുന്നത് ഏകദേശം 75ഓളം സീറ്റുകൾ നേടി ജസ്റ്റ് പാസ് എന്ന രീതിയിൽ അധികാരത്തിൽ തിരിച്ചെത്തും എന്നാണ്. പക്ഷേ ജില്ലാതല കണക്കുകൾ, അതായത് ജില്ലകളിൽ നിന്ന് അവരുടെ ജില്ലാ കമ്മിറ്റികൾ പുറത്തുവിട്ട കണക്കുകളുമായി കൂട്ടിയോജിപ്പിക്കുമ്പോൾ അതിന് തന്നെ സാധ്യത ഇല്ല എന്ന ഒരു വിശകലനമാണ് പുറത്തു വരുന്നത്. അതായത് എന്തായാലും LDFന് അധികാരം നഷ്ടപ്പെടും, UDF അധികാരത്തിൽ തിരിച്ചെത്തും. പക്ഷേ കിട്ടുന്ന ഭൂരിപക്ഷത്തിൻ്റെ അളവിൽ മാത്രമാണിപ്പോൾ ഒരു തർക്കം നിലനിൽക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും CPMൻ്റെ തന്നെ ജില്ലാ കമ്മിറ്റികൾ പുറത്തുവിട്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ റിസൾട്ടും സംസ്ഥാന കമ്മിറ്റി അവലോകനത്തിന് ശേഷം പുറത്തുവിടുന്ന 75 സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചെത്തും എന്ന അവലോകനവും തമ്മിൽ ഒട്ടും യോജിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലെ ഒരു വിശകലനത്തിൽ ഉദുമയിൽ മാത്രം 1500 വോട്ടുകൾക്ക് പിറകിലാണ് CPM എന്ന റിപ്പോർട്ടാണ് LDFൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പുറത്തുവിടുന്നത്. അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് തന്നെ 3 സീറ്റ് UDF നേടും എന്നത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു. കോഴിക്കോട് വരികയാണെങ്കിൽ നാദാപുരം നഷ്ടപ്പെട്ടേക്കാം എന്ന ഒരു തിരിച്ചറിവ് LDFനുണ്ട്. പേരാമ്പ്രയിൽ കടുത്ത മത്സരമാണ്. കണ്ണൂരിൽ വരികയാണെങ്കിൽ അവിടെ അഴീക്കോടും കണ്ണൂരും നഷ്ടപ്പെട്ടേക്കാം എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അങ്ങനെ ജില്ലകളിൽ ഓരോന്നിൻ്റെയും കണക്കെടുക്കുകയാണെങ്കിൽ നഷ്ടപ്പെടാവുന്ന സീറ്റുകൾ 35ഓ 40ഓ ആണ് എന്ന രീതിയിൽ വിശകലനങ്ങൾ പുറത്തു വരികയാണ്. ചടയമംഗലം, കൊല്ലത്ത് LDFൻ്റെ എക്കാലത്തെയും കുത്തക മണ്ഡലമായ ചടയമംഗലം നഷ്ടപ്പെടും എന്ന റിപ്പോർട്ടാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്നത്. മാത്രമല്ല കൊട്ടാരക്കരയിൽ NSSൻ്റെ പൂർണ്ണമായ പിന്തുണ ഐഷാപോറ്റിക്കായിരുന്നു എന്ന മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അങ്ങനെ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലാകമാനവും വടക്കൻ തെക്കൻ ജില്ലകളിലാകമാനവും ഒക്കെ നഷ്ടപ്പെടുന്ന സീറ്റുകളും CPM ഇപ്പോൾ അധികാരത്തിൽ വരും, 75 സീറ്റുകളും നേടി അധികാരത്തിൽ വരുന്നതും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പഠനം നമ്മൾ നടത്തുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യവുമായി ഒട്ടും ബന്ധമില്ലാതെ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അമ്പലപ്പുഴയിൽ അവസാന റിപ്പോർട്ടും CPM നൽകുമ്പോഴും UDF ജില്ലാ കമ്മിറ്റിക്ക് നൽകുമ്പോഴുമൊക്കെ അതിൽ G സുധാകരൻ്റെ ഒരു വിജയം പ്രവചിക്കുന്നുണ്ട്. രണ്ടുപേരും LDFും UDFും അവിടെ പറയുന്നത് G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിക്കുമെന്നാണ്. അതായത് LDFിൽ നിന്ന് UDFിലെത്തിയ CPMൻ്റെ പ്രമുഖ നേതാവ് അമ്പലപ്പുഴയിൽ വിജയിക്കും. മാത്രമല്ല അതിൻ്റെ ഒരു പ്രതിഫലനം അടുത്തുള്ള മണ്ഡലങ്ങളിലും, G സുധാകരൻ UDFിലെത്തിയതിൻ്റെ പ്രതിഫലനം അടുത്തുള്ള മണ്ഡലങ്ങളിലും എത്തുമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിൽ ഏകദേശം 9 സീറ്റുകളുള്ളതിൽ, മൊത്തം 9 സീറ്റുകളുള്ളതിൽ 5ഓ 6ഓ സീറ്റുകൾ UDF നേടും എന്ന ഒരു വിശകലനം ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തുകയാണ്. അരൂരും അതുപോലെ കായംകുളവും ഒക്കെയും UDF നേടും, കുട്ടനാടും ഒക്കെയും UDF നേടും എന്ന നിഗമനം നടത്തപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള LDFൻ്റെ നിഗമനം, അതായത് 75 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന നിഗമനം അതൊട്ടും യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ളത് അല്ല എന്ന ഒരു വിശകലനമാണ് എനിക്ക് നടത്താനുള്ളത്. പ്രത്യേകിച്ചും അതൊരു പക്ഷേ ഒരു ന്യായീകരണമായിരിക്കാം. എന്തായാലും ഒരു പാർട്ടിക്ക്, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക്, കേരളത്തിലെ ഒരു പ്രമുഖമായ പാർട്ടിക്ക് തങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് പറയുവാൻ കഴിയില്ല. അതേത് പാർട്ടിയായാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ന്യായീകരണം മാത്രമാണ് എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അത് കൊണ്ടു ചെന്നെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും വാമനാപുരം പോലെയുള്ള 77 ശേഷം കോൺഗ്രസ് ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും സുധീർ ഷാ പാലോടിൻ്റെ വിജയം ഉണ്ടാകും എന്ന ഒരു നിഗമനം നടത്തപ്പെടുകയാണ്. നേമത്ത് പോലും, അതാണ് അത്ഭുതപ്പെടുത്തുന്നത്, നേമത്ത് പോലും ഒരുപക്ഷെ ശബരിനാഥ് വിജയിച്ചേക്കാം എന്ന നിഗമനം നേമത്ത് നിന്ന്, നിയോജക മണ്ഡലത്തിൽ നിന്ന് UDF കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചുണ്ട്. മാത്രമല്ല നേമത്ത് ചില ആളുകളുമായി സംസാരിക്കുമ്പോഴും, എൻ്റെ ജില്ലയാണ് തിരുവനന്തപുരം, അവിടെ ശബരിനാഥിനൊരു വിജയസാധ്യത പ്രവചിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം വെച്ച് നോക്കിയാൽ 3ാം സ്ഥാനത്തുള്ള UDF വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം നേരത്തെ 2019 വട്ടിയൂർക്കാവിൽ അവിടെ VS പ്രശാന്ത് 3ാം സ്ഥാനത്തായിരുന്ന CPMനെ 1ാം സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. കാരണം അവിടെ സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസവും യോഗ്യതയും ഒക്കെ പരിഗണിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആയ ശബരിനാഥിനെ വിജയിപ്പിക്കുവാനുള്ള സാധ്യത നേമത്ത് നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം ആയി നിലനിൽക്കുന്നത്. ഇനി നമുക്കറിയാനുള്ളത് ഒരു ക്ലീൻ സ്വീപ്പാണോ നടക്കുന്നത്, അതോ ഒരു ജസ്റ്റ് പാസ്സാണോ UDFന് കിട്ടുക എന്നതാണ്. എന്തായാലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ടർ TVയുടെ വിശകലനങ്ങൾ കാണുമ്പോഴാണ് ഏറ്റവും വിഷമമുണ്ടാകുന്നത്. കാരണം ആൻറ്റോ ആൻ്റണിയുടെ ഒരു വിശകലനം ഇന്നലെ കേട്ടു. അതിൽ പറയുന്നത് 60 സീറ്റുകളിൽ ഷാഫി പറമ്പിൽ നടത്തിയ പ്രചരണം അത് LDFന് അനുകൂലവും UDFന് പ്രതികൂലവുമായി ബാധിക്കുമെന്നാണ്. കാരണം കോൺഗ്രസിന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് കൊണ്ട്, ഷാഫി പറമ്പിൽ പ്രചരണം നടത്തുന്നതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടും.
പക്ഷേ അതിനെതിരായിട്ട് ഹൈന്ദവ വോട്ടുകൾ LDF അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുമെന്നാണ് ആന്റോ ആന്റണിയുടെ നിഗമനം. വളരെ വർഗീയ ചുവയുള്ള ഒരു നിഗമനമാണിത്. കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മതേതര കാഴ്ചപ്പാടുകൾക്ക് ഒട്ടും സംശയമുള്ളാകേണ്ട കാര്യമില്ല. അദ്ദേഹം ഏതെങ്കിലും മതസംഘടനയിലോ അല്ലെങ്കിൽ APEK മുജാഹിദ് പോലെയുള്ള മതത്തിനകത്ത് തന്നെയുള്ള ഏതെങ്കിലും സംഘടനകളിലോ ഒന്നും മെമ്പറല്ല. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ചില നിഗമനങ്ങളൊക്കെ വരുന്നത് കൊട്ടാരക്കരയിൽ മത്സരിക്കുന്ന ബാലഗോപാൽ NSSൽ മെമ്പറാണ് എന്നൊക്കെയാണ്. അപ്പോൾ വളരെ വ്യക്തമായി മതേതര കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്ന ഷാഫിയെ പോലെയുള്ള ആളുകൾക്ക് മുഖച്ഛായ നൽകി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ റിപ്പോർട്ടർ പോലെയുള്ള CPM അനുകൂല ചാനലുകൾ നടത്തുന്നു എന്നത് വളരെ മോശമായ ഒരു പ്രവണതയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അങ്ങനെ പറയുകയാണെങ്കിൽ ഷാഫിയുടെ ഒരു പ്രചരണം കൊണ്ട് ഹൈന്ദവ വോട്ടുകൾ LDFന് അനുകൂലമായി ക്രോഡീകരിക്കപ്പെടും എന്ന് പറയുകയാണെങ്കിൽ STPയുടെ ഒരു LDF പിന്തുണ കൊണ്ട് ആണ് കൂടുതൽ ഹൈന്ദവ വോട്ടുകൾ CPMനെതിരെ തിരിയുവാൻ സാധ്യത എന്നൊരു വിശകലനം കൂടി പുറത്തു വരുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അമ്പലപ്പുഴയിൽ സുധാകരനെ പരാജയപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി CPM SDP അന്തർധാര ഉണ്ടായിരുന്നു എന്ന് മറന്നേക്ക് പുറത്തു വരുന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും അമ്പലപ്പുഴ നോർത്ത് എന്ന് പറയുന്ന സ്ഥലത്തു മാത്രം പഞ്ചായത്തിൽ മാത്രം STPക്ക് 5ഓളം പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അവിടെ അവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്. പക്ഷേ SDP അവിടെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല, LDFന് അനുകൂലമായി പിന്തുണയ്ക്കുന്നു. കാരണം സുധാകരനെ പരാജയപ്പെടുത്തുക LDFൻ്റെ ഒരു അഭിലാഷമാണ്. പക്ഷേ അവിടെ ഹൈന്ദവ വോട്ടുകളും BJP വോട്ടുകളും ഒക്കെ STP സുധാകരനെതിരെ നിൽക്കുന്നത് കൊണ്ട് STP അവിടെ സലാം എന്ന് പറയുന്ന CPM സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് UDFന് അനുകൂലമായി വരും എന്ന ഒരു നിഗമനം നടത്തപ്പെടുന്നുണ്ട്. എന്തായാലും SDP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ ഏകദേശമുള്ള അവസാനമായിരിക്കും ഈ ഇലക്ഷൻ എന്ന കാര്യത്തിൽ സംശയമില്ല. STPയും PDPയും ഒക്കെ ലക്ഷ്യമാക്കുന്നത് ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ സ്പേസിലേക്ക് കടന്നു കയറുക, അവരെ പരാജയപ്പെടുത്തുക എന്നാണ്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതോടുകൂടി ഈ രാഷ്ട്രീയ സംഘടനകളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. PDP ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു. STPയുടെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ അപകടകരത്തിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും SDP മിക്കപ്പോഴും ഈ BJP RSSനെയൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി മുസ്ലിം ചെറുപ്പക്കാരെ കൂടെ നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മഞ്ചേശ്വരത്ത് ഒക്കെയും STPയുടെ രാഷ്ട്രീയ നിലപാടുകൾ അത് സംഘപരിവാരത്തെ പരോക്ഷമായി സഹായിക്കുന്ന രീതിയിലായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് ആ സമുദായത്തിൽ നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ STPയുടെ രാഷ്ട്രീയ നിലനിൽപ്പ് 2026 നിയമസഭാ ഇലക്ഷനോടുകൂടി ഇല്ലാതാകും എന്ന രാഷ്ട്രീയ വിശകലനം കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളൊക്കെ നടത്തപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്ന ഒരു കാര്യം UDF അധികാരത്തിൽ തിരിച്ചെത്തും. പക്ഷേ എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാകും എന്നതാണ്. ഒരു ജസ്റ്റ് പാസ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഒരു സ്വീപ്പ് ആയിരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം നിലനിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.